ഇതെന്താണ് ഇത്ര കാര്യമായി കഴിക്കുന്നതെന്നല്ലേ? നല്ല അസൽ ചെറുപയർ പരിപ്പ് പായസം, അതല്ലെങ്കിൽ വരട്ട് പായസം, പപ്പടവും പഴവും കൂട്ടി കഴിക്കും. പറഞ്ഞു വരുമ്പോൾ ഓണം വന്നല്ലോ, തിരുവോണത്തിന് ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഇങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് പായസങ്ങൾ പതിവാണ്. അപ്പം ഈ പായസം എന്ന് പറയുമ്പോൾ ഉണ്ടാക്കി തുടങ്ങണത് വരെ ഞാൻ വിചാരിച്ചിരുന്നത് വലിയ സംഭവമാണ്, വീട്ടിലുണ്ടാക്കാൻ പറ്റില്ലെന്നാണ്. പിന്നെയാണ് മനസ്സിലായത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പം ഞാനിവിടെ ഓൾറെഡി ഉണ്ടാക്കി, അതെങ്ങനെയാണെന്നൊന്ന് കാണണ്ടേ? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: ചെറുപയർ പരിപ്പ് 1/2 കിലോ, അത് കഴുകി വെള്ളം വാർന്ന് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ശർക്കര 1.5 കിലോ, അത് ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് കളർ ശർക്കരയാണ് നല്ലത്. ഫുൾ അത്ര ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു മിക്സ് ഓഫ് ശർക്കര എടുത്തതാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ, അത് ഫ്രഷ് തേങ്ങ ചിരകി പാലെടുക്കുകയാണെങ്കിൽ 6 തേങ്ങയുടെ പാലാണ് ആവശ്യം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 300 grams പൗഡർ 3 cups ഓഫ് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ ഫ്രഷ് തേങ്ങയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 2ാമത്തെ പാൽ ഉപയോഗിച്ച് ഈ പരിപ്പ് വേവിക്കാവുന്നതാണ്. ഗീ 200 grams, ഏലക്കായ ഒരു 20 എണ്ണത്തോളം എടുത്തിട്ടുണ്ട്. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കൂട്ടി ചേർക്കാവുന്നതാണ്. കുറയ്ക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാഷ്യൂ നട്ട്സ്, അത് കിഷ്മിഷും ഉപയോഗിക്കാം, പിന്നെ തേങ്ങ വറുത്തതും ഉപയോഗിക്കാം. ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാഷ്യൂ നട്ട്സ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർക്കാം. അത് ശർക്കരയ്ക്ക് ഉപ്പുള്ളത് കാരണം നോക്കിയതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ വെള്ളം, ഈ പരിപ്പ് വേവിക്കുന്നതിനും പിന്നെ ശർക്കര പാനി ഉണ്ടാക്കുന്നതിനും ആവശ്യമായിട്ടുള്ള വെള്ളം. ഏലക്കായ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, അത് പഞ്ചസാര ചേർത്താണ് പൊടിച്ചിരിക്കുന്നത്. പഞ്ചസാര ചേർത്ത് പൊടിക്കുമ്പോൾ നമുക്ക് പൊടിക്കാൻ എളുപ്പമാണ്, തന്നെയല്ല ശർക്കരയുടെ ആ ഒരു കുത്തും ഉണ്ടാവില്ല. ഇവിടെ ഇപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ടൊന്ന് വറുത്തെടുത്തേക്കാം. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിപ്പാണ് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. പക്ഷെ ഇത് പിന്നീട് വറുത്തെടുക്കണ്ടല്ലോ, വേറൊരു പാത്രം അതിനു വേണ്ടി ഉപയോഗിക്കണ്ടല്ലോ എന്നോർത്ത് ഞാനിതൊന്ന് റോസ്റ്റ് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇതല്ലെങ്കിൽ അടി കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഉരുളിയൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു നൈസ് ബ്രൗൺ കളറിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഇതൊന്ന് മാറ്റിയേക്കാം. പിന്നെ ഇത് ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആ ഒരു റോസ്റ്റഡ് ഫ്ലേവർ വരില്ല, ആ ഒരു പച്ചപ്പിൽ നിൽക്കും. അപ്പോൾ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ. ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇതേ സെയിം പാത്രത്തിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് നേരത്തെ തന്നെ കഴുകി വെള്ളം വാർന്നെടുക്കണം, എന്നാലാണ് നമുക്ക് അത് റോസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിലായി കിട്ടുള്ളൂ. ഇങ്ങനെ ഇത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി അതിൻ്റെ ഒരു നിറം മാറുന്നത് വരെ, നമ്മുടെ നാട്ടിലൊക്കെ പറയുകയാണെങ്കിൽ പുളിയുറുമ്പിൻ്റെ നിറത്തിലാവണ വരെ എന്ന് പറയും. ഇനി പുളിയുറുമ്പ് എന്താണെന്ന് അറിയാൻ പാടില്ലാത്തവർക്കാണെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് ജസ്റ്റ് മാറണം, ഇത്ര തന്നെ. അപ്പോൾ അതുവരെ ഇങ്ങനെ ഇളക്കി ഒന്ന് ശരിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു കളറിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. പിന്നെന്ന് വെച്ചാൽ സൈഡ് ബൈ സൈഡ് ഒരു 1-2 പരിപ്പ് നമ്മൾ കടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ആദ്യം കഴിച്ചിരുന്നെങ്കിൽ അതിനൊരു പച്ചപ്പ് ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ആയി കഴിയുമ്പോൾ അതിനൊരു നട്ടി ഫ്ലേവർ വരും. പിന്നെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഒരു കണ്ടോ ശബ്ദത്തിനും വ്യത്യാസം വരും.
ഒരു എന്താ പറയുക, ഒരു കിലുങ്ങണ ശബ്ദം പോലെ തോന്നും. അപ്പം ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പരിപ്പ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 1/2 കിലോ പരിപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 കപ്പും ഒരല്പം കൂടെയാണ്. ഞാനപ്പോൾ അവിടെ ഇൻ ടോട്ടൽ ഒരു 7 കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുത്തേക്കാം. പരിപ്പ് അവിടെ വേകുമ്പോഴേക്കും നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഒരു 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി കഴിയുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിവിടെ ഫുള്ളി ഒന്ന് ഉരുക്കി കിട്ടട്ടെ. ഇപ്പം ഇവിടെ ശർക്കര നന്നായി മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ശർക്കര ഇങ്ങനെ ഉരുക്കാനിട്ടിട്ട് നമ്മൾ അത് അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അങ്ങ് തിളച്ച് പുറത്തേക്ക് ഒഴുകും. പിന്നെ ഇത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ ഒട്ടിപ്പിടിക്കുന്ന ഒരു സാധനം കൂടെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ഇത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഇത് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് പറയുന്നത്. ചെയ്ത് പരിചയമുള്ളവർക്ക് അതൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇത് നമുക്ക് അരിച്ച് പാത്രത്തിലേക്ക് ഒഴിക്കാം. ഒരുപാട് അങ്ങോട്ട് ഊറ്റി ഒഴിക്കരുത്, കാരണം അടിയിൽ മണ്ണ് ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത്ര ഇതിൽ നിർത്തുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള നെയ്യിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ച് ബാക്കി മുഴുവനും ഈ ശർക്കര പാനിയിലേക്ക് കൊടുക്കാം. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി നമുക്കൊന്നത് റെഡ്യൂസ് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് കുക്കറിൻ്റെ പ്രഷറൊക്കെ ഒന്ന് റിലീസായി പരിപ്പും റെഡിയായി കിട്ടും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ ഓർക്കണം കേട്ടോ. കുക്കർ തുറന്നു. പരിപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട്. ഇവിടെ ശർക്കര പാനിയും റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് കുറുകിയിട്ടില്ലേ, കുറുകണതെന്ന് മാത്രമല്ല ആ നെയ്യിൽ കിടന്ന് ആ ശർക്കര ഇങ്ങനെ ഒന്ന് വരണ്ട് കിട്ടുമ്പോൾ അതിന് വേറൊരു ഫ്ലേവർ വരും. ഇനി നമുക്കിതിലേക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിങ്ങനെ ഒരു സ്പാച്ചിൽ ഇങ്ങനെ പിടിച്ചൊഴിക്കണതേ തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക വരട്ടിയെടുക്കണം. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി നന്നായി കുറുകിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് മുൻപേ ഏലക്കാപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. കാരണം ചിലപ്പോൾ അത് ഡയറക്റ്റ്ലി പായസത്തിലേക്ക് ആഡ് ചെയ്യുമ്പോൾ അത് കട്ട പിടിച്ച് പോയാൽ തേങ്ങാപ്പാലിൽ ചേർത്തിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം വരില്ല. ഇനി ഇതിപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം ഇടയ്ക്കിടയ്ക്കൊക്കെ ഇളക്കി ചെറുതായിട്ടൊന്ന് വരണ്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ മാറ്റിയെടുത്ത് വെച്ചിട്ടില്ല ആ 2 ടേബിൾ സ്പൂണോളം നെയ്യ്, അത് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ച് പരിപ്പ് ഇങ്ങനെ മുഴുവനായി കിടക്കുന്നുണ്ട്. അത് ഞാൻ ആ കുക്കറിൽ നിന്ന് അങ്ങനെ തന്നെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും അങ്ങനെ ഇടയ്ക്കൊരു ഇത് കടിക്കാൻ ഇഷ്ടം, കടിക്കുകയല്ല അതിങ്ങനെ സോഫ്റ്റായി കിടന്നോളും. ഇനി അങ്ങനെ തീർത്തും വേണ്ട, ഫുള്ളി ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പാറിലൊക്കെ ചേർക്കുന്നതിന് മുന്നേ ഇങ്ങനെ കടഞ്ഞെടുക്കില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക വലിയ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉടച്ച് അല്ലെങ്കിൽ ഒരു ബീറ്റർ കൊണ്ട് ഉടച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് റെഡ്യൂസ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ ഓർക്കണം. അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ പായസം ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. സ്പൂൺ കൊണ്ട് കാണിച്ചു തരാം. കണ്ടോ, ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ കുറുകും. പിന്നെ ഇനി ഇങ്ങനെയല്ല ഭയങ്കരമായൊരു വരട്ട് പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടതെങ്കിൽ
കുറച്ച് നേരം കൂടെ ഇതുപോലെ വെയിറ്റ് ചെയ്താൽ ആയി കിട്ടും. ഞാൻ പക്ഷെ ഇന്നിവിടെ ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വറുത്തിട്ടുള്ള കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിരിക്കണം. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുത്തൂടെ? തന്നെയുമല്ല, കുറച്ച് നേരത്തെ ഒക്കെ ഉണ്ടാക്കി വെക്കാം. ഒരാഴ്ച വരെയൊക്കെ ഇത് ഫ്രിഡ്ജിൽ ഇരുന്നോളും. തേങ്ങാപ്പാൽ ചേർക്കുന്നുണ്ടെങ്കിലും ചീത്തയാവാറില്ല. കാരണം അത് ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് പിന്നെ ഇതിൽ നെയ്യും ഒക്കെ ഉള്ളതല്ലേ, കേടാവില്ല. പിന്നെ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ 1-2 മാസമൊക്കെ ഇരുന്നോളും കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് കുറച്ചധികമൊക്കെ ഉണ്ടാക്കി നമുക്ക് അങ്ങനെയൊക്കെ സ്റ്റോർ ചെയ്ത് ഇടയ്ക്കിടയ്ക്കൊക്കെ എൻജോയ് ചെയ്യാം. ഈ ഓണത്തിന് ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉണ്ടാക്കിയാൽ മാത്രം പോലെ അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടെ അറിയിച്ചാൽ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ.